years later. നമ്മളിപ്പോൾ പാഹയിലെത്തി കേട്ടോ. നമ്മളെന്തിനാ വന്നേ? ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുചേച്ചി പോവാ. ഞങ്ങൾ അനുചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി ജസ്റ്റ് ഒന്ന് കറങ്ങി പോവാന്ന് വിചാരിച്ചു. 10-15 ദിവസങ്ങളുള്ള അനുചേച്ചി അല്ലേ കുഞ്ഞാവേ? അതിനിറങ്ങിയതാ. പൊന്നു നമുക്ക് ലുലുവിൽ പോയിട്ട് ഡ്രസ്സ് നോക്കാം. നമുക്ക് ബാഗും ഡ്രസ്സൊക്കെ കുറെ കളക്ഷൻസ് കാണും. പർച്ചേസിന് മുമ്പായിട്ട് തന്നെ ഒരു ചായ കുടിച്ചിട്ട് കയറിയാലോ എന്നൊരാലോചന. അങ്ങനെ ലുലുവിന് നേരെ എതിർവശത്തുള്ള കാന്താരി കിച്ചൺ എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ കയറി. ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് ലീലാമ്മ പറയാറുണ്ടായിരുന്നു കാന്താരി കിച്ചണിൽ കയറി ചായ കുടിക്കാമെന്ന്. അപ്പോൾ ഇന്ന് പർച്ചേസിന് മുമ്പായിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് അവിടെ കയറുകയാണ്. എല്ലാ തരത്തിലുള്ള ഫുഡും അവിടെ അവൈലബിളാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 ചായയും ഷവർമയുമാണ്. കുഞ്ഞിന് വേണ്ടിയിട്ട് ഇടിയപ്പവും പാലും പറഞ്ഞായിരുന്നു. അതേപോലെ അവിടുത്തെ ആംബിയൻസും വലിയ തിരക്കേട്ടൊന്നും ഇല്ലായിരുന്നു. നല്ല ഒരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് കാന്താരി കിച്ചൺ. മഞ്ഞളിടാമോ? ഇതെന്താ സൈസ്? ഞാനിങ്ങനെ ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു. कितना आसान काम है. അതിന്റെ ഇതില്ലേ ഇവിടെ പിടിച്ചിങ്ങനെ ഞെക്കും. ദേണ്ടി നോക്ക്. അയ്യോ പോയിച്ചോ. ഗ്ലൗസ് എല്ലാം കൂടെ തണുപ്പിച്ചിടാവട്ടല്ലേ.
ഇപ്പം കഷ്ടപ്പെട്ട് നമ്മൾ ഇഷ്ടപ്പെടാണ്ട് പോകാണല്ലേ. പക്ഷെ നമുക്ക് പാമ്പിളാർ സെക്ഷനിലൂടെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. ആമ്പിള്ളേർ സെക്ഷൻ മേലെ ഇവിടെ ഒന്ന് പോയിട്ട് വന്നാലും. വാ. നമ്മൾ ആ ആദ്യത്തെ 600 പീസ് വാങ്ങിച്ചു. നീ ഇവിടുന്ന് വേണമെങ്കിൽ പൊന്നും അപ്പൂനും എല്ലാം വേണമെങ്കിൽ നോക്ക്. നോക്കാം. അപ്പൂന് പറ്റിയ പൊന്നിന്റെ പൊന്നു ഈ വലിപ്പമൊക്കെ ഇനി മേടിക്കാറില്ല, കിട്ടില്ല. എല്ലാം മേടിക്കുന്നത് ഷൂസ്. നമ്മുടെ കുഞ്ഞിന് പറ്റുന്ന ടൈപ്പ് സാധനം 6 KD. ഇത് 6 KD 800. ഈ വണ്ടിക്ക് 13 KD. ഇതൊക്കെ 17, 20 അങ്ങനെയൊക്കെ. ഹെയർ പോലെ നല്ല രസമില്ല. മഞ്ഞക്കിളി മഞ്ഞ 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 ഓരോ സാധനങ്ങളും പിള്ളേർക്കുള്ള ഇതുണ്ട്. പച്ച പച്ച ഓരോ കളറുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ അല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. ബനിയനും സ്ലീവ്ലെസ്സും അങ്ങോട്ട് കുറച്ച് സ്ലീവ്ലെസ് ആമ്പിള്ളാർ സെക്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒത്തിരി ചേഞ്ച് ആയിടാ. ഇവിടെ കേട്ടോ ഓഫറുള്ള സാധനങ്ങൾ. ഇത് കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞല്ലോ. ഇവിടെ നമുക്ക് നോക്കാൻ വേണമെന്ന്. നല്ല ഒക്കെ ഉണ്ടല്ലോ ടോപ്പൊക്കെ. അങ്ങോട്ടൊക്കെ എന്താ ഉടുപ്പുകൾ. ടോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഉടുപ്പുകൾ കറുതാണൊക്കെ അല്ലേ? അല്ല കൊള്ളാം അല്ലേ? ഒട്ടിക്കിടക്കുന്നു, ഇടുന്നവരെടുത്തുള്ളൂ. ഈ മോഡലൊക്കെ തുണി നോക്കാനായിട്ട് വന്നു. പക്ഷേ ഒന്നും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും കണ്ടില്ല. ഭയങ്കര കളക്ഷനൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ കൊച്ചുങ്ങളുടെ കുറച്ച് ബനിയൻസ് ഒക്കെ എടുത്തു. കുഞ്ഞു ബനിയൻസ് പോവാ. കളക്ഷൻസ് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമ്മുടെ ചോയ്സ് അത് മൊത്തം അറബിക് കളക്ഷൻസ് ആണ് മെയിനായിട്ട് ഇവിടെ. അല്ലേ ബേബി? അതെയല്ലേ ബേബി? അങ്ങനെ ഇതാണ് നീ പറഞ്ഞ എക്സൈറ്റിംഗ് മാക്രോൺ. ഒന്നുണ്ടോ തന്നെ മേടിക്കാൻ തോന്നുന്നു. ഒന്ന് കൊള്ളായിരുന്നു. കപ്പ് അതൊക്കെ കപ്പ. യെല്ലോ കപ്പ് ഹൗ മച്ച്? ഡൊണാൾഡ് കപ്പ് ഹൗ മച്ച്? അത് 2 kg 250. ക്യൂട്ട് അല്ലേ? 2 kg 250. ഓക്കെ. എല്ലാം കവർ കിട്ടി. നമ്മളിവിടെ വേറെ ഒന്നും വാങ്ങിയില്ല. നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് കൊച്ചുകൾ പൊന്നു പോവാ. പൊന്നു ഇഷ്ടംപോലെ ബാഗ് കളക്ഷൻസിനും കിഡ്സിനും പറ്റി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഈ വാച്ച വരുമ്പോൾ ബാഗ് വന്നു.
All stationaries. നടന്നു പോ. Finance. നമ്മൾ ഏരിയ ഫിനിഷ് ചെയ്തു, സാധനങ്ങളൊക്കെ മേടിച്ചു. ഫാഷൻ മിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പർച്ചേസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ വീട്ടിലൊരു ഫെയർവെൽ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് അനുസരിച്ച് എത്താൻ പറ്റില്ല, കാരണം ആ പ്രോഗ്രാം വൈകുന്നേരത്തേക്ക് ആക്കി. അങ്ങനെ മന്തി പ്രിപ്പറേഷൻ ലിഡാമ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ ഈ ഈസി മന്തി റെസിപ്പിയുടെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം. അപ്പോൾ ഈസി മന്തി റെസിപ്പി ആവശ്യമുള്ളവർക്ക് ലിങ്കിൽ കയറിയിട്ട് ഡയറക്റ്റ് ചാനലിലേക്ക് പോകാവുന്നതാണ്.
സിസ്റ്ററൊക്കെ ആയിരുന്നു. ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. സിസ്റ്റർ ഗിഫ്റ്റ് റാപ്പിംഗ് ചെയ്യാനായിട്ടുള്ള പരിപാടി ചെയ്തു. പൊന്നൂസേ പൊന്നൂസ് എന്താ ചെയ്യുന്നേ? പൊന്നൂസ് എന്നാ ചെയ്യുന്നേ? പൊന്നൂസ് എന്നാ ചെയ്യുന്നേ? നമ്മുടെ അനുചേച്ചിയുടെ ഫെയർവെല് കണ്ടക്ട് ചെയ്തു. ആ സ്റ്റിക്കർ കൊടുക്കും. നാളെ ഇവർക്കുണ്ട്. ഏതാ പൊന്നൂസ് കളിച്ചു വേണോടി? ശരി ഓക്കെ. അപ്പോൾ കേശിയാൻറ്റി വന്നിട്ട് എല്ലാം ക്ലിയർ ആയിട്ടെല്ലാം സെറ്റ് ചെയ്ത് തന്നു. ഓക്കെ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് വി ആർ വെയിറ്റിംഗ്. അങ്ങനെ അവിടെ കുഞ്ഞിനോട് കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു എല്ലാം കുറച്ച് അനുവാന്റി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അനുവാന്റി മുന്നുണ്ടായപ്പോൾ വന്നല്ലേ? അറിയാമോ ചോദിക്കണേ? നീ ഇല്ലല്ലോ പഠിക്കാനായിട്ട്. അയ്യോ ചേച്ചി അരിചേച്ചി പൈസ തരുന്നില്ല ചേച്ചി. പ്രിന്റ് എടുപ്പിച്ചോണ്ട് വന്നതറിയാമോ? ഇതിനെക്കാട്ടി 5 മിനിറ്റ് ഞങ്ങളോട് എത്തിയായിരുന്നു. ചേച്ചിക്ക് മഞ്ഞയോടെ പ്രിയം. എനിക്ക് മേടിച്ചു. പക്ഷെ എനിക്ക് ചേർത്ത് തുടച്ച് കഴിയുമ്പോഴേ പുള്ളി ഇച്ചിരൂടെ എനർജി സൂപ്പർ. ഇത് 2XL അവർക്ക് 3XL ഉണ്ട്. പക്ഷേ 3XL
പിന്നെ മറിച്ചു പഴയ ആളൊന്നും അല്ല ഇപ്പൊ, പണ്ട് അനങ്ങാതെ കിടന്നോണ്ടിരുന്നവനാ. നോട്ടിയായി. പക്ഷെ അപ്പു ഇത്രയൊന്നും ഇല്ലായിരുന്നു അല്ലേ, അലമ്പും ഇല്ലായിരുന്നു അവന്. വൈ ആ ഇത് ഇപ്പൊ പുറയിലേക്ക് വീഴത്തില്ല, ഇപ്പൊ മുമ്പോട്ട് സൈഡിലോട്ടൊക്കെയാ വീഴുന്നത്. അത് പക്ഷെ അവിടെ ആ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാറ്റിന് മണ്ടല്ലേ വീണേ, അപ്പൊ പിന്നെ പേടിച്ചു പോയി വീണപ്പോ. തുള്ളാൻ വലിയ ഇഷ്ടം. വിട്ടോ പൊക്കോളും. ഹണിബി ഇതിന്റെ അടിയിൽ കൂടെ വരും താൽ. ഒന്നുമല്ല, മൊത്തം ഇനി ഞാനും കൂടെ ഒരുമിച്ച് 2-3 വർഷമായിട്ട് പറയുന്ന മന്തി 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 വേണം. ഇറച്ചി ഒരു 3/4 മണിക്കൂർ എല്ലാം പെരട്ടി. ഒരു ഇതുണ്ട് പാറ്റേൺ. മസാല മറ്റേ അവരുടെ മസാല ഒന്നും ഇടാറില്ല. മറ്റേ മാജിക് ക്യൂബ്സ് ഒന്നും പറയാനില്ല. അടിപൊളി. മന്തി കഴിക്കണം തോന്നിയാൽ ഹോട്ടലിൽ പോകത്തില്ല. ഇവിടെ പറയുമ്പോൾ എന്നോട് അമ്മ പറഞ്ഞു സച്ചാച്ച മന്തി ബിരിയാണി ഓർഡർ ചെയ്ത് ബിരിയാണി കൂടെ
വ്യത്യാസമുണ്ട്. മന്തിക്ക് വേറെ അരിയാണോ? മന്തിക്ക് ശരിക്കും പറഞ്ഞാൽ സെല്ല ബസ്മതി യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഇതാ ബസ്മതി റൈസാ. സെല്ല എന്ന് പറയുമ്പോൾ ഇച്ചിരി നീളത്തില് ഇതൊന്ന് പിടിച്ച് അച്ചാച്ചന് പാവം ഞാനൊന്നും കൊടുക്കണം. അതിനകത്ത് പോകുന്നതാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തന്നില്ല. പാമ്പാടിക്കാരും അടുത്ത് മന്തി പപ്പായ്ക്ക് ഇത് സ്ഥിരം ഉണ്ടാക്കി കൊടുക്കാൻ അറിയുള്ളൂ. പുഴുങ്ങിയ കോഴിയല്ലാണ്ട് വേറെ ഞാൻ വീഡിയോ ഇടുവഴി പറഞ്ഞു. ഒരു ചെറിയ ഗിഫ്റ്റ് കിസിയമ്മ പിടിച്ച കിസിയമ്മ പിടിച്ചേ അച്ചാച്ചനും കൂടെ ഉള്ളല്ലേ സന്തോഷം. ചേച്ചി ഫോട്ടോ അയ്യോ എടി ഇവിടെ ഇവളെടി പോകുന്നത്. കംപ്ലീറ്റ് ക്രൈം സീനാണല്ലോ. ഒരുമിച്ച് നിന്ന് കാര്യം പ്ലീസ്. മാറി മാറി എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അല്ലേ നമ്മളെ തിരക്കാനും ആൾക്കാരുണ്ടായിരുന്നില്ലേ? ആ സന്തോഷമായിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുന്നതിനോട് പ്രത്യേകം പറഞ്ഞ ഞാൻ മോങ്ങിയാൽ വീട്ടിൽ എല്ലാവരും പോകും. സാധാരണ മോങ്ങണ്ട ഇവിടെ നിന്നൊക്കെ തുടങ്ങണ്ടത് നല്ലതായിരുന്നു പോകുന്നത്. സന്തോഷമായിട്ട് ഹാപ്പി മതി. ട്രെയിനിന്റെ പുറകെ പിള്ളേരുണ്ട് ഓടില്ല. അപ്പോൾ ഡോണായി അപ്പോൾ ഓടും. അപ്പൊ നമുക്ക് ഈ ട്രെയിൻ വിട്ടു പോകുമ്പോ അങ്ങനെ എന്തോ പോകുന്ന ഒരു ഫീലിംഗ് അല്ല. എന്നൊക്കെ 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ കറക്റ്റ്. അതുവരെ ആ വീട്ടിൽ ആരും കരയില്ല. ഞാൻ എന്നെ കൊല്ലം കൊണ്ടുവന്ന് കഴിഞ്ഞ് തടിച്ചു കറിയാം. മമ്മി കരയാൻ തുടങ്ങും, ഡോണ കരയാൻ തുടങ്ങും, അപ്പു കരയാൻ തുടങ്ങും. എല്ലാവരും പപ്പ മാത്രം കരയത്തില്ല. എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. വ്യാഴാഴ്ച Bye, Kuwait. Bye-bye.